സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ദിവസം മുമ്പേ ബുൾജെറ്റിൻ്റെ വണ്ടി ആക്സിഡൻ്റായി. അതിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അതായത് യൂട്യൂബർമാർ എന്തോ ഒരു ഭീകരന്മാരാണ് എന്നുള്ള തരത്തിൽ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുൾജെറ്റ് സഹോദരന്മാർ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട്, അതായത് ഒന്നുമില്ലായ്മയിൽ നിന്നും അവരിതുവരെ എത്തിയതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് വന്ന ഒരു യൂട്യൂബേഴ്സാണ് ബുൾജെറ്റ് സഹോദരന്മാർ. പലപ്പോഴും അവരെ ഒരുപാട് പേര് ട്രോളാറുണ്ട്. അതുപോലെ തന്നെ വളരെ മോശമായ രീതിയിൽ അവർ പറയാറുണ്ട്. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഒന്നുമില്ലാത്ത ഒരു കൽപ്പണിക്കാരൻ്റെയും ഒരു കൂലിപ്പണിക്കാരിയായ അമ്മയുടെയും മക്കളായിരുന്നു അവരവിടെ നിന്നാണ് ഇതുവരെ എത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഞാൻ വരുന്നത്, അതായത് ഈ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ആദ്യമായിട്ടുള്ളൊരു കേസൊന്നുമല്ല. ഒരുപാട് ആക്സിഡൻറ്റ് നമ്മളെ നാട്ടിൽ നടക്കുന്നതാണ്. അല്ലാതെ ഇതൊരു ഭയങ്കര ആക്സിഡൻറ്റ്, ഇവർക്ക് മാത്രം പറ്റുന്ന ഒരു ആക്സിഡൻറ്റ് അതൊന്നുമല്ല. ആക്സിഡൻറ്റ് ഇപ്പോൾ എത്ര ആൾക്കാർക്ക് ആക്സിഡൻറ്റ് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ആക്സിഡൻറ്റ് വന്നതിൽ പിന്നെ ഈ 24 എന്ന് പറയുന്ന ഒരു ന്യൂസ് ചാനൽ വളരെ മോശമായ രീതിയിൽ ഇവരെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ന്യൂസുകളൊക്കെ വളച്ചൊടിക്കുന്നുണ്ട്, നല്ല രീതിയിൽ വളച്ചൊടിക്കുന്നുണ്ട്. ഇവർ പലതരത്തിലും വളച്ചൊടിച്ചിട്ടാണ് ന്യൂസുകൾ കൊടുക്കുന്നത്. അപ്പോൾ അതിനൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുൾജെറ്റുമായിട്ട് 24-ന് പഴയ ഒരു വൈരാഗ്യം കിടപ്പുണ്ട്. അതായത് ബുൾജെറ്റ് സഹോദരന്മാർ ജീവിച്ചു വരുന്ന ഒരു സമയം നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഫാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം 24 ന്യൂസിൽ നിന്നൊരു ഫോൺ വരികയാണ്. ഈ വർഷത്തെ എന്തോ ഒരു അച്ചീവ്മെൻറ്റുള്ള അവാർഡാണ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇവർക്കാണെന്ന് പറഞ്ഞ ഫോൺ വരുന്നത്. ഇവർ വളരെയധികം സന്തോഷത്തോടു കൂടി കാരവാനൊക്കെ എടുത്തിട്ട് ലേ മെറിഡിയൻ ഹോട്ടലിലേക്ക് പോകുന്നു. അവിടെ ജോലി ചെയ്തതാണ്. ആ ഹോട്ടലിൽ പോയിട്ടാണ് ഇവർ അവാർഡ് വാങ്ങിക്കുന്നത്. അങ്ങനെ അവാർഡൊക്കെ വാങ്ങിച്ച് ഒരുപാട് യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവരുടെ കൂടെ. അങ്ങനെ ഇവർ നാട്ടിൽ വന്നതിൽ പിന്നെ ഇവർക്ക് ചെറിയൊരു ട്രാജഡി ഉണ്ടായി. അതായത് ഏതോ ഒരു ഉദ്യോഗസ്ഥൻ്റെ ചൊറിച്ചൽ കൊണ്ട് ഇവരുടെ വണ്ടി പിടിച്ചുകൊണ്ടുപോയി എന്നുള്ളതാണ്. അതിൻ്റെ കുറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലൈറ്റ് എക്സ്ട്രാ വെച്ചു എന്നാണ്. അല്ലാതെ വലിയൊരു മാരകമായൊരു കുറ്റമൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ഇവർ എങ്ങനെയെങ്കിലും പൂട്ടാം. നമുക്കറിയാലോ, സമൂഹത്തിൽ ഒരുത്തം വളർന്നു വരുമ്പോഴേക്ക് ചൊറിച്ചിൽ തുടങ്ങുമല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മക്കളൊക്കെ വിദേശത്തും അവിടെയൊക്കെ പോയിട്ട് 24 മണിക്കൂർ ജോലി ചെയ്തിട്ടും നമുക്കൊന്നും ജീവിക്കാൻ പറ്റുന്നില്ല. ഈ വർഗീസിൻ്റെ മക്കൾ ഇതേ കിടക്കുന്നു ഈ റോഡിലോട്ട് ആടിപ്പാടിയിട്ട് ഇവന്മാർക്ക് എത്രയാ ആരാധകർ. ഇതൊക്കെ കാണുമ്പോൾ ഏതാൾക്കും ചൊറിച്ചിലുണ്ടാകും. ആ ചൊറിച്ചിലാണ് ചില ആൾക്കാർക്ക് ഇവരുടെ വണ്ടി പിടിച്ചതിലും അതുപോലെ തന്നെ ആ വണ്ടി 1 വർഷമാണ് വിട്ടുകൊടുക്കാണ്ടിരുന്നത്. ആലോചിച്ച് നോക്കണം. പലതരത്തിലുള്ള നുണകൾ പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ആ വണ്ടി വിട്ടുകൊടുക്കാതിരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ നടക്കുമ്പോഴേ നമ്മുടെ 24 ചാനൽ എന്ത് ചെയ്തു, ഇവന്മാർ ഏതായാലും നശിച്ചു, എന്നാൽ പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് കാശുണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഇവരെ നല്ല രീതിയിൽ അങ്ങ് അപമാനിച്ചു എന്നുള്ളതാണ്. അതായത് എല്ലാവരും ആ ഒരു ദിവസം ഈ ലിബിനെ എന്താ പറയേണ്ടത്, കേരളം കത്തിക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇവർ അവിടെ പ്രശ്നമുണ്ടാക്കിയെന്ന് പറയുന്നു. അങ്ങനെ പലതരത്തിലും ഇവരെ പറ്റിയിട്ടുള്ള വാർത്തകൾ വരികയാണ്. അപ്പോഴാണ് ഈ 24 കൂടി അതിൻ്റെ ഉള്ളിൽ ചേർന്നിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ പൊടിപ്പലും തേങ്ങലൊക്കെ കൂട്ടിയിട്ട് ഒരു വാർത്ത ഉണ്ടാക്കിയത്. ഏതായാലും ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലിബിനും ആ ഒരു അവാർഡും കൊണ്ട് നേരെ പോയി 24-ൻ്റെ ഓഫീസിലേക്ക് അതിൻ്റെ നെഞ്ഞത്തങ്ങ് വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കണം. ഇത്രയും വലിയൊരു അപമാനം ലോകത്തിൽ കിട്ടാനില്ല. ഇനി കോടികൾ ഉണ്ടാക്കി കഴിഞ്ഞാലും ശ്രീകണ്ഠൻ നായർക്ക് ഇത്രയും വലിയൊരു അപമാനം. അതായത് ഒരു അവാർഡ് വാങ്ങിച്ചിട്ട് ആ അവാർഡ് തിരിച്ചെറിഞ്ഞു കൊടുത്ത് അവർക്ക് തന്നെ പറഞ്ഞു, നിങ്ങൾ ഒരു ഓലയ്ക്ക് നമുക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഈ ശ്രീകണ്ഠൻ നായരുടെ അങ്ങോട്ട് തന്നെ എറിഞ്ഞു കൊടുത്തത് എന്നുള്ളതാണ്. അത് ഈ 24-ന് ഭയങ്കരമായിട്ടുള്ളൊരു ദേഷ്യമുണ്ട്. അപ്പോൾ ഏതെങ്കിലും ചാൻസിൽ യുവന്മാരെ പൂട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ മുന്നിലുണ്ടാകും എന്നുള്ള തരത്തിലാണ് ഈ 2 ദിവസം മുമ്പുള്ള ഒരു ആക്സിഡൻറ്റ് യുവന്മാരിങ്ങനെ വളച്ചൊടിക്കാൻ തുടങ്ങിയത്. അതായത് എങ്ങനെയെങ്കിലും ബുൾജെറ്റിൻ്റെ മേലെ ചാരുക. അങ്ങനെ ഇവർ പഴയ വീഡിയോസ് ഒരു 3-4 ദിവസം മുമ്പുള്ള വീഡിയോസൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് അതാ ഉറക്കില്ലാതെ ഇവർ വണ്ടി ഓടിച്ചിട്ടാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടായത്, ഉറങ്ങിപ്പോയതാണ് എന്ന് ഇവർ തന്നെ അങ്ങ് തീരുമാനിച്ചു. അതായത് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടാണ് വണ്ടി ഓടിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ ചില വീഡിയോസ് മുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത വാർത്തകൾ കൊടുക്കുക. അങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇവരെ സമൂഹത്തിൻ്റെ മുമ്പിൽ നാണം കെടുത്തുക. ഇവരൊരു വലിയ കുറ്റക്കാരാണ് എന്ന് വരുത്താനുള്ള ഒരു വലിയ ശ്രമവും കാര്യങ്ങളൊക്കെയാണ് നടന്നത്. അതുകൊണ്ടാണ് ഈ 24 ന്യൂസ്
ഇമ്മാതിരി വാർത്തകൾ കൊടുത്തതെന്നാണ് ഞാൻ പറയുന്നത്. അതായത് അല്ലാതെ നിങ്ങളൊന്നും വിചാരിക്കേണ്ട ഇതൊന്നും ഉള്ള വാർത്തയല്ല, അവരോടൊക്കെയുള്ള ദേഷ്യം കൊണ്ട് കൊടുക്കുന്നതാണ്. ഈ അവാർഡ് വലിച്ചെറിഞ്ഞു, അവാർഡ് അവർക്ക് തിരിച്ചു കൊടുത്തു എന്നുള്ള ഒറ്റ കാരണമാണ് ഇവരോട് ദേഷ്യം വരാനുള്ള കാരണം. പിന്നെ അന്ന് എല്ലാവരും പറഞ്ഞിരുന്നു കേട്ടാ, ഈ 24-നൊന്നും പിണക്കണ്ട, 24-ഒന്നും അവാർഡ് വാങ്ങിച്ചതൊന്നും അങ്ങനെ തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇവന്മാർ പറഞ്ഞ് നമ്മൾ ഈ 24 കണ്ടിട്ടൊന്നുമല്ല ഇതിനകത്തേക്ക് വന്നത്. അതുപോലെ തന്നെ എബിനും ലിബിനും ഇവിടെ ഒരാളെ കണ്ടിട്ടുമല്ല. അതായത് അവർ സ്വയം വഴിവെട്ടി വന്നവന്മാരാണ്, അല്ലാതെ ആരും അവരെ വളർത്തി വിട്ടതൊന്നുമല്ല. ഒരു സബ്സ്ക്രൈബറിൽ നിന്ന് അവർ തുടങ്ങിയത് തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു സൗകര്യമില്ലാത്ത ഒരു വീട്ടിൽ നിന്നും തുടങ്ങിയ മര്യാദയ്ക്ക് റേഞ്ച് പോലും ഇല്ല, ആ വീട്ടിൽ മര്യാദയ്ക്ക് റേഞ്ച് പോലും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ അവിടുന്ന് തുടങ്ങിയ ഈ ബുൾജെറ്റ് സഹോദരന്മാരെ ഇന്ന് അടിപൊളി വീടും വണ്ടിയും കാര്യങ്ങളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ അച്ഛനമ്മമാരെയും ഒക്കെ കൂട്ടിയിട്ടാണ് ഇന്ന് ടൂറ് വരെ അടിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊക്കെ കാണുമ്പോൾ നല്ല ചൊറിച്ചരി എല്ലാവർക്കും ഉണ്ടാകും. അതുകൊണ്ടാണ് അവന്മാരോട് എല്ലാവരും അങ്ങോട്ട് കയറുന്നത്. ചില വാർത്തകളിൽ നമ്മൾ വിഷമിച്ചു, ചില കമൻറ്റുകൾ, അതായത് സഞ്ജു ടെക്കീനെ പൂട്ടി ഇനി ഈ ബുൾജെറ്റിനെ പൂട്ടണം, ഈ ബുൾജെറ്റിനെ നമുക്ക് നശിപ്പിച്ച് കളയണം. ഒരുത്തൻ നന്നായിക്കൂടെ ഇവിടെ? ഒരുത്തൻ നന്നാകുമ്പോഴേക്കും തുടങ്ങും കാര്യങ്ങൾ. അതാണ് ഏറ്റവും വലിയൊരു ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏതായാലും ആ കുട്ടിക്കൊന്നും പറ്റിയില്ല കേട്ടോ, അതൊരു വലിയ സമാധാനമാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അഭിരാമിക്ക് ഒന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇവരെല്ലാവരെയും ശുശ്രൂഷിക്കാൻ ഒരാളങ്ങുണ്ട്, അതൊരു വലിയ ഗുണം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ആ അപകടത്തിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോഴാണ് 24 കൊണ്ടുവന്നിട്ട് അതിലങ്ങ് കുറച്ച് ഇതൊക്കെ ചേർത്തിട്ട് കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ട് 2 സ്ത്രീകളും ഉണ്ടായിരുന്നു, 2 സ്ത്രീകളും 3 പുരുഷന്മാരുമാണ് വണ്ടിയിലുണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരാവേശമെന്നറിയാം, എന്തൊരാവേശം. ഇത് കേൾക്കുന്നവരെന്താ വിചാരിക്കുക, ഓ ഇവന്മാരിപ്പോൾ പെണ്ണുങ്ങളും ഉണ്ടായിരുന്ന, ഇങ്ങനെയല്ലേ പറയാ. ഇതാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് യാതൊരു അടിസ്ഥാനവുമില്ലാത്തൊരു വാർത്ത കൊടുക്കുക, വളരെ മോശം. ശ്രീകണ്ഠൻ നായർ നമ്മൾ ഇങ്ങനെയൊന്നും കരുതിയില്ല. ശ്രീകണ്ഠൻ നായർ കുറച്ചും കൂടി നന്മയുള്ള മനുഷ്യനാണ്, ഇല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനാണ് എന്നൊക്കെയാണ് ഞാൻ കരുതിയത്. പക്ഷേ ഈ വാർത്ത കൊടുത്തോടുകൂടി എനിക്ക് മനസ്സിലായത് 2 പിള്ളേരാ, ഈ 2 പിള്ളന്മാർ അവരെ പേടിയുണ്ട് എന്നുള്ളതാണ്. ഏതായാലും കുറച്ച് അവരുടെ അപകടത്തിനെ പറ്റിയ കുറച്ച് കാര്യങ്ങൾ അഭിരാമി പറയുന്നുണ്ട്, നോക്കാം നമുക്ക്. കൊണ്ടുവന്നപ്പോ 2 വിരൽ അനങ്ങുന്നില്ലായിരുന്നു, ഇപ്പം വിരലൊക്കെ അനങ്ങുന്നുണ്ട്. ഈ ചൂണ്ടുവിരലില് എക്സ്റേ. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലിബിനാണ് കുറച്ച് പരിക്ക് കൂടുതൽ, ബാക്കി എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ല. പിന്നെ അച്ഛനും കുറച്ച് പരിക്കുണ്ട്, പിന്നെ അങ്ങനെയൊക്കെയുള്ളൂ കുറച്ച്. ഏതായാലും ഒരു വലിയ അപകടത്തിൽ നിന്നും ഈ ബുൾജെറ്റ് സഹോദരങ്ങൾ രക്ഷപ്പെട്ടത് അവരെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ബുൾജെറ്റിന് ഇനി ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥന ഈ കുടുംബത്തിന് നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വലിയൊരു അപകടത്തിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെട്ടത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.